നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ജോലിക്കിടെ തീപ്പൊള്ളലേറ്റ മലയാളി യുവാവ് മരിച്ചു. ആലപ്പുഴ സ്വദേശി റിജിൻ രവീന്ദ്രൻ ആണ് റിയാദിൽ മരിച്ചത്. 28 വയസ്സായിരുന്നു. ഇലക്ട്രിക്കൽ ജോലിക്കിടെ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപ്പൊള്ളലേറ്റ് റിയാദിലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഡിസംബർ 11-ന് റിയാദിൽ നിന്ന് 767 കിലോമീറ്റർ അകലെ ഹഫ്ഹ പട്ടണത്തിലുള്ള ജോലി സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇലക്ട്രീഷ്യനായ റിജിൻ ജോലി ചെയ്യുന്നതിനിടെ രാവിലെ 10ഓടെ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലം തീ പിടിക്കുകയായിരുന്നു. ശരീരത്തിലേക്ക് തീ ആളിപ്പടർന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു. 70% റിജിലിന് പൊള്ളലേറ്റിരുന്നു. ഉടൻ തന്നെ റഫ്ഹ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 13-ാം തീയതി മെഡിക്കൽ വിമാനത്തിൽ റിയാദ് ഷുമൈസിയിലെ കിങ് സൗദ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞു വരുന്നതിനിടെ 7-ാം തീയതി രാത്രി 8ഓടെയാണ് മരിച്ചത്. 1.5 വർഷം മുൻപാണ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ ജോലിക്കായി നാട്ടിൽ നിന്ന് റിജിൽ എത്തിയത്. വന്ന ശേഷം നാട്ടിൽ പോയിട്ടില്ല. അപകടമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതു മുതൽ ഇതുവരെ ഒപ്പം നിന്ന് പരിചരണം നൽകിയത് സഹപ്രവർത്തകനായ കിളിമാനൂർ സ്വദേശി അഖിലാണ്. മഹാദേവിക്കാട് പാണ്ഡ്യാലയത്തിൽ പടിയിറ്റതിൽ രവീന്ദ്രൻ ജഗദമ്മ ദമ്പതികളുടെ മകനാണ് റിജിൽ. ഒരു സഹോദരനുണ്ട്, അവിവാഹിതനാണ്. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അഖിലിനെ സഹായിക്കാൻ OICC എറണാകുളം ജില്ലാ പ്രസിഡന്റ് മാത്യു ജോസഫ്, ജീവകാരുണ്യ കൺവീനർ ഷിജോ ചാക്കോ എന്നിവർ രംഗത്തുണ്ട്. അതേസമയം സൗദിയിൽ നിന്ന് അവധിക്ക് നാട്ടിൽ പോയ മലയാളി ബൈക്ക് അപകടത്തിൽ മരിച്ചു. ഗൃഹപ്രവേശനത്തിനായി അവധിക്ക് എത്തിയ കൊല്ലം കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി സ്വദേശി ഷമീറാണ് മരണപ്പെട്ടത്. 35 വയസ്സായിരുന്നു. ഡിസംബർ 31-നായിരുന്നു ഷമീർ പുതിയതായി പണി കഴിപ്പിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾ നടന്നത്. വ്യാഴാഴ്ച സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന ഷമീറിന്റെ ബൈക്കിന് പുറകിൽ മറ്റൊരു ബൈക്ക് ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ദേശീയപാതയിൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിന് സമീപം ജനുവരി 4-ന് രാത്രി 8 മണിയോടെയാണ് അപകടം ഉണ്ടായത്. സംഭവ സ്ഥലത്ത് നിന്നും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഷമീറിനെ തുടർ ചികിത്സയ്ക്കായി എറണാകുളം ആസ്റ്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. റിയാദിൽ ജോലി ചെയ്യുന്ന ഷമീർ 1 മാസം മുൻപാണ് നാട്ടിലേക്ക് അവധിക്ക് എത്തിയത്. പുതിയ വീട്ടിൽ താമസം ആക്കുന്നതിന് വേണ്ടിയായിരുന്നു എത്തിയത്. റിയാദിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഈ അപകടം സംഭവിച്ചത്. 10 വർഷമായി റിയാദിലുള്ള ഷമീർ ഡ്രൈവറാണ്. ഭാര്യ റഹീനയാണ്. പിതാവ് ബഷീർ, മാതാവ് സബൂറ, മക്കൾ ആമിന, അമാൻ എന്നിവരാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.